Hi guys, welcome back to my second video in my YouTube channel. So ഇന്നലെ ഞാനൊരു ഫസ്റ്റ് വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് 1500+ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് 4 സബ്സ്ക്രൈബേഴ്സാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്നും കൂടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് റെസിപ്പി വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ബിരിയാണിയുടെ. അപ്പോൾ അത് ആണ് ഞാനിന്ന് പറഞ്ഞിരുന്നത്. സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണണം. പിന്നെ എല്ലാത്തിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഈസി പീസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് ഉപ്പ്, മുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ്സ് മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം അത് പൊരിക്കുക. പൊരിച്ചിട്ട് ആ ചെമ്മീൻ മാറ്റി വെക്കുക. ആ പൊരിച്ച എണ്ണയിൽ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് വലിയ ഉള്ളി ഇടുക. നന്നായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇടാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല പൊടികളെല്ലാം കൂടിയിട്ട് ഇടാം. ഗരം മസാല, ഉപ്പ്, മുളക്, കാശ്മീരി ചില്ലി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് നന്നായി മിക്സായി വരുമ്പോൾ ഹാഫ് ലെമൺ ജ്യൂസ്, മല്ലിയില, പുതിനയില ഇട്ടിട്ട് 2 മിനിറ്റ്സ് ഒന്നും കൂടെ വഴറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്ച്ചോറ് ഇട്ട് വെക്കാം. നെയ്ച്ചോറിൻ്റെ റെസിപ്പി പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഈസിയാണല്ലോ. അത് നെയ്ച്ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇടുക. എന്നിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില, പുതിനയില, ഗരം മസാല ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. ഒരു ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് എനിക്കിഷ്ടം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ്. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ താങ്ക് യു, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.